പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഫുഡ് അടി കഴിഞ്ഞ് യാത്രാക്ഷീണം കാരണം 6 ജോഡികളും ബെഡ് അതിലോട്ട് വീണു. വൈകുന്നേരത്തോടെ ക്ഷീണമെല്ലാം ഒഴിഞ്ഞ കിച്ചുപതിയെ കണ്ണു തുറന്ന് തന്റെ എതിർഭാഗത്തേക്ക് മിഴികൾ നീട്ടി. എന്നാൽ അവിടെ ശൂന്യമായത് കണ്ട് അക്കു എന്ന വിളിയോടെ ബെഡിൽ നിന്ന് എണീറ്റ് വാഷ്റൂം ഡോറിൽ തട്ടി വിളിച്ചു. അവിടെ നിന്നൊരു പ്രതികരണവും കാണാതെ അവൻ പതിയെ വാഷ്റൂം ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചും അത് തുറന്നു വന്നു. അകത്തായി ആരും കാണാതെ വന്നും അവന്റെ ഉള്ളിൽ ഭയം കടന്നു വന്നു. ഈ വിളിത്ത് എവിടെ പോയി കിടക്കുക? ആലോചനയോടെ അവൻ സ്വെറ്റർ അണിഞ്ഞ് കഥ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. കുറച്ചപ്പുറം മാറിയുള്ള അവന്മാരുടെ റൂമിനടുത്തെല്ലാം പോയി നോക്കിയെങ്കിലും അക്കുവിന്റെ ശബ്ദം പോലും കേൾക്കാതെ വന്നും അവന്റെ ഹൃദയം അകാരണമായി മിടിക്കാൻ തുടങ്ങി. അവിടെയുള്ള കോട്ടേജിന് മുന്നിലെല്ലാം ചെന്ന് നോക്കിയെങ്കിലും അവളെ കാണാതെ വന്നു. ഒരു നിമിഷം ബാക്കിയുള്ളമാരെ വിളിക്കണമെന്ന് കരുതിയെങ്കിലും അവർ ഈ സമയം വിളിക്കുന്നത് ശരിയാണോ എന്ന് വിചാരിച്ച് അവൻ പിന്നെ അവിടെയെല്ലാം അവൾക്കായി തിരഞ്ഞു. അവസാനം മറ്റു മാർഗമില്ലാതെ അവരുടെയെല്ലാം ഫോണിലേക്ക് വിളിച്ചു. അങ്ങനെ അവർ ആരുപേരുടെ അടുത്തും അക്കുവില്ലെന്ന സത്യം മനസ്സിലാക്കി. ആൺപടകളും പെൺപടകളും പരിഭ്രാന്തിയോടെ പുറത്തോട്ട് വന്നു. എന്നാൽ വന്നവരുടെ കൂട്ടത്തിൽ എബിയെ കാണാതെ വന്നു. എബിയോടെ പോയി? ഈ ചാനത്തെ ഫോൺ വന്നപ്പോ പുറത്തോട്ട് ഇറങ്ങിയിരുന്നു എന്ന് വീണ പറഞ്ഞു കേട്ടപാടെ എന്തോ അലർച്ച മുഴങ്ങിയതും അവരെല്ലാം കോട്ടേജിൽ നിന്നിറങ്ങി ആ മഞ്ഞിലൂടെ മുന്നോട്ട് ഓടി. നിങ്ങൾ ഞങ്ങൾക്കെതിരെ പാര വെക്കും അല്ലേടാ, പറയട്ടെ എബിയേട്ടാ എന്ന് വിളിച്ചു പോയിക്കൊണ്ട് മഞ്ഞിന്റെ കട്ടയെടുത്ത് ഉരുട്ടി അവന്റെ മേലേക്ക് എറിഞ്ഞു. എടി കുട്ടി പിശാചേ, എന്നെ തണുപ്പാണെന്നൊരു ഇതിലൊക്കെ വെറുതെ എടുത്തിട്ട് എന്റെ മേലേക്ക് എറിയരുതെന്നോ? കണ്ണീശ്വരുണ്ട് നിങ്ങൾക്ക്? 5 കാപാലികമാരുടെ മുന്നിലേക്ക് ഞങ്ങൾ നിഷ്കരണം വിട്ടുകൊടുത്ത ദുഷ്ടനാ നിങ്ങളെ ഞാനിന്നൊരു സഞ്ചരിക്കുന്ന മഞ്ഞു മനുഷ്യനാക്കും എന്ന് പറഞ്ഞ് വീണ്ടും മഞ്ഞു വാരി എറിഞ്ഞതും അതെങ്ങനെയോ ബിയുടെ ഷർട്ടിനുള്ളിലേക്കായി വീണതും അവൻ തണുപ്പിനാൽ തുള്ളിച്ചാടി. ഈ മറുതെ പിടിച്ചോണ്ടോ ഇവിടെ ആരുമില്ലേ കർത്താവേ, അയ്യോ തണുത്തിട്ട് പാടില്ല എന്ന് പറഞ്ഞ് തുടർച്ചയായുള്ള മഞ്ഞാറ്റാക്കിൽ നിന്ന് എബി മുന്നോട്ട് ഓടിച്ചെന്ന് വിട്ടത് അലർച്ച കേട്ട ഭാഗത്തേക്ക് ഓടിയെടുക്കുന്ന നമ്മുടെ പടകൾക്ക് മുമ്പിലായിരുന്നു. ജീവൻ മരണ പോരാട്ടം പോലെ വാണം വിട്ട് കണക്ക് ഓടി എബി അവന്മാർക്ക് മുമ്പിൽ നിന്ന് കിതച്ച്. എന്നാൽ പുറകിലുള്ള അവരുടെ അടുത്തേക്ക് ഓടുന്നതിന് പകരം ഞങ്ങളെ ട്രാപ്പിലാക്കിയുള്ള വടയും ചായ ഇന്നത്തേക്ക് മതി. ഏതായാലും ആ രാവണൻ ഉറങ്ങിയ സമയത്ത് ഇറങ്ങി നന്നായി. എബിയായിട്ടുള്ള പണി കൊടുക്കാനായി കൂട്ടത്തിൽ എന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചിരിക്കും. ജോസ് പ്രകാശിന്റെ ചുമ്മാതുള്ള ഇളിയും ഫിറ്റ് ചെയ്ത് അവൾ തന്റെ ഓവർകോട്ടിൽ വെച്ച ഒരു ചില്ലി ഗ്ലാസ് പുറത്തെടുത്തു. എന്നിട്ട് നല്ല വൃത്തിയുള്ള ഭാഗത്ത് നിന്ന് കുറച്ച് ഐസ് എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ടു. മറ്റൊരു പോക്കറ്റിൽ നിന്നൊരു കുഞ്ഞു സ്പൂൺ എടുത്ത് കുത്തിക്കൊണ്ടിരുന്നു. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ബാക്കി പണികൾ എന്ന് പറഞ്ഞ് അടുത്തുള്ള മഞ്ഞിന്റെ തിട്ടയിലായ അവൾ ഇരുന്നു. കമ്പിളി കൊണ്ടുള്ള ഡ്രസ് ഇട്ട് നന്നായി, അലി ഇപ്പോഴെന്റെ പാട്ടയൊക്കെ മരവിച്ച് പോയനെ. ഓ ഗോഡ്, അൺസൈക്കബിൾ സിറ്റുവേഷൻ. എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് മടങ്ങുന്ന വഴിക്ക് ബീച്ചിലൊന്ന് പോയപ്പോ ആ കടക്കാരോട് ചുരണ്ടി ഐസിന് എത്രയാന്ന് ചോദിച്ചപ്പോ അങ്ങനെ 30 രൂപന്ന്. എന്റെ പട്ടി കൊടുക്കും 30 രൂപ. ഇപ്പൊ കണ്ടില്ലേ ഞാൻ ഫ്രീ ആയിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്. 30 രൂപ ചെലവാക്കാൻ സ്വിറ്റ്സർലൻഡിൽ വന്ന് ചുരണ്ടി ഉണ്ടാക്കാൻ സെക്യൂർ ബാഗ് സാധിക്കുമോ? ബട്ട് ഐ ക്യാൻ. ഓരോന്ന് തള്ളിമറിച്ച് സ്പൂൺ കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നു. ഇത് മാത്രം പോരല്ല, കുറച്ച് വെറൈറ്റി കൂടി ആഡ് ചെയ്യാം എന്ന് പറഞ്ഞ അവൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവളുടെ കോട്ടിന്റെ പോക്കറ്റിൽ വെച്ച ഒരു പാക്ക് നട്ട്സും ഫ്രൂട്ടിയുടെ പാക്കും എല്ലാം എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടു. വാവ്, ഇപ്പൊ കുറച്ച് വെറൈറ്റി ആയി തോന്നുന്നുണ്ട്. ആ രാവണൻ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞൊരു സ്പൂൺ എടുത്ത് വായിലേക്ക് വെച്ചതും എന്ന് അലർച്ച മുഴുങ്ങിയത് അവൾ ഞെട്ടിലൂടെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ കലിപ്പ് നിറഞ്ഞ മുഖഭാവത്തോടെ നിൽക്കുന്ന രാവണൻ. നീ എന്തെടുക്കാടെ ഇവിടെ? മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? മഞ്ഞ് വീഴ്ചയുള്ള സ്ഥല, അങ്ങനെ ഒറ്റക്കൊന്നും പുറത്തിറങ്ങാൻ പാടില്ലെന്ന് എനിക്കറിയില്ലേ? എന്തെങ്കിലും പറ്റിപ്പോയാ? ഓ ഗോഡ്, ചൊരണ്ടി പൊളി പൊളി എന്ന് ഹോയ് ടേബി അക്കുവിന് മുന്നിലേക്ക് ചാടി വീണ്. നിനക്ക് എവിടുന്ന ചൊരണ്ടി സിറ്റിയത്? എവിടെയെങ്കിലും പെട്ടിപ്പിടി ഉണ്ടോ എന്ന് തോൾപ്പൊക്കി പറഞ്ഞു. കിച്ചു അല്പം മൗനമായി നിന്ന് സംശയത്തിൽ അവൾ കണ്ണുരുക്കി നോക്കി. അക്കു സത്യം പറ, ഇതെവിടുന്ന കിട്ടിയത്? ഇതുണ്ടല്ലോ ഞാനുണ്ടല്ലോ ഇവിടെ കാറ്റുള്ള ഇറങ്ങിയതാണേ. അപ്പൊ ഇതിലൂടെ പോയ ഒരു സായിപ്പ് എനിക്ക് തന്നതാ. ആ കൂടായ്പൊന്നും ഇറക്കണ്ട, സത്യം പോലെ പറയുന്നത് എനിക്ക് നല്ലത്. അതെന്താ സായിപ്പിനെ എനിക്ക് തന്നൂടെ? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ നിഷ്കളങ്കമായ മുഖം കണ്ട് അങ്ങേര് എനിക്ക് തന്നൊരു തെറ്റാണോ പറ? ഓ, അപ്പൊ മോൾക്ക് സത്യം പറയാനൊരു ഉദ്ദേശമില്ല അല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് കിടന്ന അവൾ വിക്കലോടെ. അത് പിന്നെ ഞാനുണ്ടല്ലോ റൂമിൽ നിന്ന് ക്ലാസ് എടുത്തോണ്ട് വന്ന് ഇവിടുന്ന് സ്വയം ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട് എന്റെ ടാലന്റ്? കൊള്ളാവോ? നല്ല കുട്ടിയല്ലേ ഞാൻ എന്ന് പറഞ്ഞ് കിച്ചുവിന്റെ അടുക്കൽ നിന്ന് വഴക്കൊന്നും കിട്ടാതിരിക്കുള്ള അടവെന്നാണ് വിളിക്കെ ചിരിച്ചു നിന്നു. എന്നാൽ അവിടെ ആ നിഷ്കളങ്കമായ ഭാഗത്തിൽ ബാക്കിയുള്ളവന്മാരുടെ ചുള്ളിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ കിച്ചു അവളെ ദയനീയമായി നോയിക്കൊണ്ട്, നിന്നെ കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ, നിന്നെ കൊണ്ട് മാത്രം എന്ന് സ്വയം പറഞ്ഞത് അവൾക്ക് അവന്റെ മിഴികളിൽ നിന്ന് മനസ്സിലായതും അവൾ വീണ്ടും നിഷ്കളങ്കമായി ചിരിച്ചു. സിയാക്കു, ഇതെല്ലാം അൺഹൈജീനിക് ആണെന്നല്ലേ എന്ന് ചുണ്ടുവിളിക്ക് പറഞ്ഞു. അപ്പൊ നിനക്കറിയാതെ എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്ത്. കിച്ചു വിട്ടുകള ഷാൻ പറഞ്ഞതും. അങ്ങനെ വിടാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഇത്. ഇപ്പൊ ഇവിടെ ചെയ്തതിന് കണ്ണടച്ച പിന്നെയും വീണ്ടും ഉള്ള ഒരു ഉടായ്പകൾ ആവർത്തിക്കും. അതിന് ഞാൻ മാത്രമല്ലോ, ബാക്കിയുള്ളവരുണ്ട്. എന്ത്? എന്റെ ഐഡിയ ആയിരുന്നെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ ബാക്കി 5 പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ എന്ന് കേൾക്കിയ ബാക്കി 5 പേര് അവരുടെ പാതികളെ നോക്കിയപ്പോൾ അവരത് പരിങ്ങിക്കൊണ്ട് നിൽക്കുന്നു. അടുത്ത നിമിഷം തന്നെ ചെക്കന്മാർ അവരുടെ പാതികളുടെ ഓർക്കോട്ടിൽ തിരിഞ്ഞപ്പോൾ അവരുടേതുപോലെയുള്ള ചില്ലി ഗ്ലാസ്
അതോടെ ദയനീയമായി അവരഞ്ചു അവളുമാരെ നോക്കിയപ്പോൾ അത് പിന്നെ ആക്കു പറഞ്ഞപ്പോ ഒരു വെറൈറ്റി തോന്നിയുണ്ടാ. ഈശു പരിങ്ങളോടെ പറഞ്ഞപ്പോൾ രവി ശിവയെ നോക്കി. നിനക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടാവുമെന്ന് കരുതി. ഇതിന് ബോധവും ബോധമില്ലായ്മയെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നേ? അവിടെ ഒരു ആഗ്രഹം, അതിന് ഞങ്ങൾ കൂട്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ 5 പേര് അവിടെ കൂടെ ഉണ്ടാവും. പൗലോക്കോലോ പറഞ്ഞിട്ടില്ലേ, നമുക്കൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഉണ്ടാവുന്ന 5 പേര് നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. അതുകൂടെ കേട്ടതും അവളുമാരോട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് അവന്മാർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ദക്ഷ ശ്രീയോട്, അപ്പൊ നീയൊക്കെ കൂടെ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവിടുന്ന് മുങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നല്ലേ? അത് പിന്നെ ഇറങ്ങുന്ന ആളുകൾ വെറുതെ ഉണർത്തി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴല്ലേ കിച്ചുകാക്കു വിളിച്ചത്. ലിയോ പറഞ്ഞു ഷാൻ. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങളിവിടെ തന്നെ നടക്കേണ്ടി വരുമായിരുന്നു അല്ലേ എന്ന് തലയിൽ കൈവച്ച് ചോദിച്ചു കേട്ട് 6 പേര് നിഷ്കളങ്കമായി ചിരിച്ചു. അതല്ലാതെ അവിടെ പക്കൽ മറ്റു മറുപടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ സംസാരത്തിലേക്ക് കിച്ചുവിന്റെ ശ്രദ്ധ മാറിയപ്പോയതും അക്കു ഒരു സ്പൂൺ എടുത്ത് വായിലേക്ക് വെച്ചതും അവന്റെ ശ്രദ്ധ അവിടേക്ക് വന്ന നിമിഷം തന്നെ അക്കു എന്ന വിളിയോടെ അവിടെ കൈയുള്ള ഗ്ലാസ് തട്ടിയെറിഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവൾ ഞെട്ടിലൂടെ പുറകിലേക്ക് ചുവടുവെച്ചു പോയി. അവന് ഞെട്ടിലൂടെ നോക്കിയപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. നിന്നോടല്ലേ അക്കു ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നല്ലതല്ലെന്ന്? ആഗ്രഹങ്ങളൊക്കെ നല്ലതാ, പക്ഷെ അതിന്റെ ഉപയോഗം ഏത് രീതിയിലാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടി എടുത്തിയാട്ടം. ഈ മഞ്ഞിന്റെ തണുപ്പിന്റെ കാടിന് നിനക്ക് എത്രയാണെന്ന് അറിയോ? അത് കഴിച്ച പോലെ അസുഖവും പിടിവിട്ട ദേഷ്യത്തോടെ തെല്ലുറക്കെ പറഞ്ഞതും അവളുടെ മിഴികൾ നിറഞ്ഞു. അത് കാരണം ഡേവി അവന്റെ കയ്യിലായി പിടിച്ചുകൊണ്ട് കിച്ചു എന്ന് വിളിച്ച ഒരു വേള കിച്ചുവിന്റെ മുഖം ഡേവിയിലേക്ക് പതിഞ്ഞതും അവൻ തന്നെ കണ്ണാൽ അക്കുവിനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ ശ്രദ്ധിച്ചു പോലും. അത്രയും നേരം ദേഷ്യത്തോടെ ശബ്ദമുയർത്തി പറഞ്ഞവന്റെ ദേഷ്യം അടുത്ത സെക്കൻഡിൽ ശാന്തമായതും അവളോട് പറഞ്ഞു ഫലിപ്പിക്കാൻ എന്നോണം അവൻ. അക്കു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ കൊള്ളില്ല പെണ്ണേ, വല്ല അസുഖവും പിടിക്കും. നിനക്ക് ഐസ്ക്രീം അല്ലേ വേണ്ടത്? അത് റൂമിലുള്ള ഫ്രീസറിൽ തന്നെ പല ഫ്ലേവറിലുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. നീ ഇതൊന്നും എടുത്ത് കഴിച്ച് രോഗം വരുത്തി വെക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞ് എന്ന് കേൾക്കി അവൾ മറുപടിയായി ചെറുമൂളലോടെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെയും മറികടന്ന് മുന്നോട്ട് നടന്നുപോയി. അതോടെ കിച്ചു ആകെ പെട്ടുപോയ അവസ്ഥയിൽ തലയിൽ കൈവച്ച് നോക്കി ചെക്കന്മാർ നിന്നവും അവരുടെ പാതികൾ നടന്നു പോകുന്ന അക്കുവിനെ നോക്കിയതും അതേ സ്പോട്ടിൽ തന്നെ അവൾ അവരിലേക്ക് തിരിഞ്ഞ് ഇളിച്ചുകൊണ്ട് സൈറ്റ് അടിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പെൺപടകളുടെ മനസ്സൊന്ന് തണുത്ത്. എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന ആൺപടകൾ കിച്ചുവിനോടായി. കിച്ചു നീ അവളുടെ അടുത്തേച്ചില്ലേ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതും അവൻ വേഗത്തിൽ അവൾക്ക് പുറകെ നടന്നു. എന്നാൽ അവിടെ നിൽക്കുന്നവന്മാർ അവളുമാരെ നോക്കിയപ്പോൾ അവളുമാരുടെ മുഖം കടന്നലൂത്തിയ കണക്കിരിക്കുന്നു. ഇതെന്തു കൂത്തി എന്ന കണക്ക് അവർ നോക്കിയതും അവളുമാർ തന്റെ കയ്യിലുള്ള ഗ്ലാസുകൾ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇതായിട്ട് ഞങ്ങൾ എന്തിനാ പിടിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ വെച്ചോ, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട് കാരണം ഞങ്ങളുടെ ഫ്രണ്ടായി ഇപ്പൊ വിഷമിച്ചുകൊണ്ട് പോയത്, ഇനി ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോണ്ട് വാ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി തിരികെ പോയതും ഇത് എന്ത് കഥ എന്ന കണക്കാവന്മാർ വായും തുറന്ന് നിന്നുപോയി. എന്നാൽ മുന്നോട്ട് പോയവളുമാർ തങ്ങൾക്കൊരു ഐഡിയ കിട്ടിയതിന്റെ സംതൃപ്തിയിൽ ചൊടിയിലായി വിരിഞ്ഞ പുൻസിരിയോടെ റൂമിലേക്ക് നടന്നു. ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയ യേശുവിന് പുറകെ ഹരി അകത്തേക്ക് കയറി കഥകടച്ചു. ഇട്ടിരുന്ന വൂളൻ ജാക്കറ്റ് അഴിച്ചു മാറ്റി അവൾ സ്റ്റാൻഡിലായി ഹാങ് ചെയ്തു. തിരികെ ബെഡിലായിരുന്നതേ അവൾക്കരികിലായി ഹരിയും വന്നിരുന്നു. ഈശു നീ എന്തിനാ വേണ്ട ഇനി ഇങ്ങനെ മുഖം മുറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ലേ? നിങ്ങളുടെ ഫ്രണ്ടിന് വഴക്ക് പറഞ്ഞില്ലേ? അവനവളെ വഴക്ക് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതിന്? എന്നോട് എന്തിനാ മുഖം മുറിപ്പിച്ചിരിക്കുന്നത് എന്ന് കേൾക്കെ ഇതിന് എന്ത് മറുപടി കൊടുക്കേണ്ട ദേവി എന്ന് സ്വയം പറഞ്ഞുകൊണ്ടവൾ മുഖത്തായി ഗൗരവം വാരി പൂശി പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് മുന്നോട്ട് പോയതും അവളുടെ കയ്യിലായി അവന്റെ കൈ മുറുകി. എന്താ കഴിഞ്ഞോ? എന്ത് അഭിനയം കഴിഞ്ഞോന്ന്? എന്തായാലും നന്നായിരുന്നു. അഭിനയോ? ദുഷ്ട കണ്ണിച്ചോറില്ലാത്തവനെ എന്റെ അക്കു. വേണ്ട മോളെ ഈശു, വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കല്ലേ. നിന്റെയൊക്കെ സ്വഭാവം ഈ കഴിഞ്ഞ മാസത്തിൽ തന്നെ മനസ്സിലായതാ. ഇപ്പൊ നടത്തുന്ന ഈ നാടകമുണ്ടല്ലോ, അതറിയാതിരിക്കാൻ മാത്രം മന്ദബുദ്ധികളല്ല ഞങ്ങൾ ആമ്പിള്ളേര് എന്ന് പറഞ്ഞ് മീശ വിരിച്ചതും ഈശുവിനുള്ളിൽ അപായമണി മുഴങ്ങി. എന്റെ ദേവി ഞാൻ പെട്ടുപോയോ എന്നുള്ളാലെ പറയവേ. ഇനി പുതിയ അടവുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 5 പേർക്ക് നിങ്ങളെ മനസ്സിലായതാ. ഞങ്ങൾ ആലോചിക്കാതിരുന്നില്ല കേട്ടോ എന്ത് അടുത്ത ഉടായ്പൊണ്ട് ഇറങ്ങാത്തെന്ന്. ഓഹോ, അപ്പൊ പറഞ്ഞിടും ഞങ്ങൾ ചെയ്യുന്ന ഉടായ്പാണെന്നോ? എക്സാക്ട്ലി. അതിന് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്ന കണക്ക് അയിനോളികളുടെ ഭാഗത്തോടെ അവൾ പറഞ്ഞതിനിടയിൽ അവളുടെ അരയിലായി പിടിച്ച തനിലായി ചേർത്ത് നിർത്തിയതും പകച്ചു പോയി അവൾ. എന്താ നീ പറഞ്ഞ്? അയിനെന്നോ? എന്നാ മോള് കാതു പറഞ്ഞ് കേട്ടോ. നീ എന്റെ പെണ്ണാ. ആ നിന്റെ സ്വഭാവം അറിയാൻ എനിക്ക് ഗണിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പെൺപിള്ളേരെന്തെങ്കിലും അടവുകളെടുക്കുന്ന ഞങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയതാ. അതുകൊണ്ട് ഇനിയൊരു ഉടായ്പ നടക്കില്ല മോളെ എന്ന് പറഞ്ഞ് അവിടെ അരയിലെ പിടി ഒന്നുകൂടെ മുറുകി തന്നിലേക്ക് ചേർത്ത് നിർത്തിയതേ അവളുടെ കൈകൾ കണ്ട് അവന്റെ നെഞ്ചിലായി സ്ഥാനം പിടിച്ചു. പതിയെ അവന്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലായി ചേർത്ത് വെച്ച് കാതോരം പതിഞ്ഞ സ്വരത്തിൽ, എന്തിനാ ഇങ്ങനെ ഒരുപാട് അടവുകളെടുത്ത് ചീറ്റി പോവാൻ നിൽക്കുന്നത്? എന്തേ ആഗ്രഹമില്ലായിട്ടാണോ എന്റെ കൂടെയുള്ള ജീവിതം എന്ന് കേൾക്കെ പൊടുന്നതിന് അവളുടെ കൈകൾ അവന്റെ വാ മൂടിയിരുന്നു. അവന്റെ വാ മൂടി അവളുടെ കൈയെടുത്ത് മാറ്റി ആ മിഴികളിലേക്കായി ഉറ്റുനോക്കി അവൻ ചോദിച്ചു. പിന്നെന്താ, ഭയമാണോ? അറിയില്ല. അവന്റെ മിഴികളെ നേരിടാൻ കഴിയാതെ അവൾ ഒരു വിധത്തിൽ പറഞ്ഞ അവരിൽ നിന്നും മിഴികൾ താഴ്ത്തി. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പെണ്ണേ.
എപ്പോഴാ നീ ഓക്കെ ആവുന്നു അപ്പം മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കിയുള്ളൂ. ഈ ട്രിപ്പിന് വന്ന കേവലം ഹണിമൂൺ എന്നതിനപ്പുറം പരസ്പരം കൂടുതൽ സന്തോഷ നിമിഷങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടിയാ എന്ന് കേൾക്കി അവളുടെ ചുടിയിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. അത് കാണാൻ അവളെ തന്നിലേക്കായി അമ്മയ്ക്ക് ചേർത്ത് പിടിച്ച്. അങ്ങനെയൊക്കെയാണെങ്കിലും നിന്റെ ചുവന്ന് കയറിയ മുഖം കാണുമ്പോ എനിക്ക് എന്നെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയും വരുന്നുണ്ട് കേട്ടോ. കുസൃതി ചിരിയോടെ പറയുന്നവനെ കാണെ അവൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി. എന്നാലും നിന്റെ സമ്മതത്തോടെ അല്ലാതെ ഞാൻ നിന്നിലൊരു അവകാശവും സ്ഥാപിക്കില്ല പെണ്ണേ. ഇനിയും വിറച്ചേക്കാതെ പോയി കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് സൈറ്റ് അടിച്ചുകൊണ്ട് അവളുടെ കവിളിലായി അമരയെ മുത്തി അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി ബെഡിലായി കിടന്നു. പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവൻ അരികിലായി വന്ന് കിടന്ന യേശുവിനെ പൊടുന്നനെ അവനിലേക്ക് അവൻ ചേർത്ത് കിടത്തി. പിന്നെതോ ഇങ്ങനെ ചേർന്നുള്ള കിടപ്പൊക്കെ ആവാം എന്ന് പറഞ്ഞ് അവളെ പൊതിഞ്ഞു പിടിച്ചതും ഹരിയുടെ കൈ അവളുടെ തെന്നിമാറി ഉടുപ്പിനിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ പതിഞ്ഞതോൾ പൊള്ളി പിടഞ്ഞുപോയി. അവളുടെ പിടച്ചിൽ കയ്യിലായി എറിഞ്ഞവന്റെ കൈ പെട്ടെന്ന് പിന്നോട്ടെടുക്കാൻ ഒരുങ്ങി അടുത്ത നിമിഷം ഹൃദയമാ നീക്കം തടഞ്ഞതിന്റെ ഫലമായി അവന്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ വയറിലേക്കായി അരിച്ചിറങ്ങി. ഹരിയേട്ടാ ഉൾക്കിടലത്തോടെ വിളിച്ചേകൾക്ക് അവൻ അവളെ തന്നിലേക്കായി ചേർത്ത പാടെ അത്യധികം കൊതിയോടെ അവന്റെ അധരം അവളുടെ പിൻകഴുത്തിലായി ചേർത്ത് വെച്ചു. മിഴികൾ ഇറുക്കി അടച്ചവളുടെ ഇടത് കൈവിരലുകൾ ബെഡ്ഷീറ്റിലായി മുറുകി. ഇശു അവന്റെ പതിഞ്ഞുള്ള വിളിയിലൊന്നും മൂളാൻ പോലും കഴിയാതെ ഉയർന്നു വരുന്ന നെഞ്ചിടിപ്പോടെ അവൾ കിടന്നു. ഇശു എനിക്ക് വല്ലാണ്ട് സ്നേഹിക്കാൻ തോന്നുന്നു പെണ്ണെ നിന്നെ. ആ ഒറ്റ വാക്കിൽ മിഴികൾ വലിച്ചു വന്നവൾ പെടച്ചിലോടെ അവനിൽ നിന്ന് അകന്നു മാറി. അവന്റെ മിഴികളിലെ ഭാവത്തിൽ വിറച്ചു പോയ ഇശു അതെന്നോട് പറഞ്ഞില്ലേ എന്റെ സമ്മതം വിക്കലോടെ പറഞ്ഞവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്കായി വലിച്ചിട്ടവൻ അവൾക്ക് മുകളിലായി വന്ന് നിന്നു. എന്താ പെട്ടെന്നുള്ള അവനെ നീക്കത്തിൽ പകപ്പോടെ ചോദിച്ചു. നിന്റെ സമ്മതമില്ലാതെ നിന്നെ ഞാൻ സ്വന്തമാക്കില്ല പെണ്ണേ. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ ചെറുതായൊന്ന് സ്നേഹിക്കാൻ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഈ ചുണ്ടിലെ രുചി അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചത്തുപോകും പെണ്ണേ. അത്രയും അതിനെ വല്ലാണ്ട് കൊതിപ്പിക്കുന്നുണ്ട് ഇശു. അവന്റെ വാക്കിൽ ഈശു അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അവന്റെ മിഴികളിൽ ആഗ്രഹം അറിഞ്ഞ അവളുടെ ഉള്ളിൽ ഒരു തരിപ്പ് പോലെ കടന്നുപോയി. അപ്പോഴേക്ക് അവന്റെ മിഴികൾ അവളുടെ ചുണ്ടിലായി അലഞ്ഞു. മിഴികളിലെ പിടച്ചിലിനേക്കാൾ ചുണ്ടിലെ വിറയിൽ നിലക്കാൻ എന്ന കണക്ക് ഹരിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞ് വായിലേക്ക് എടുത്തു. അവളുടെ അതര മൃദുലതയിൽ അവന്റെ മിഴികൾ അറിയാതെ അടഞ്ഞു പോകവേ അതിവേഗത്തിലായി ഇതളുകളെ അവൻ കടിച്ചു നുണഞ്ഞു തുടങ്ങിയിരുന്നു. പിടഞ്ഞുപോയ അവളുടെ കൈകൾ അവന്റെ ഷർട്ടിലായി തെരുത്തി പിടിച്ചു. അവളുടെ പിടച്ചിൽ അവളെ കൂടുതൽ രുചിക്കാനുള്ള ആഗ്രഹ തീവ്രത കൂട്ടിയതല്ലാതെ തെല്ലുപോലും കുറച്ചില്ല. കടിച്ചു നുണഞ്ഞ് അവളുടെ അധര അവന്റെ ഉമിനീരിനാൽ കുതിർന്നു. ശ്വാസം വിലങ്ങിയതറിഞ്ഞവൻ അവളുടെ അതിരത്തെ മോചിപ്പിച്ചവും ഊക്കോടുകൂടി അവൾ ശ്വാസം വലിച്ചു വിട്ടതും അടുത്ത നിമിഷം അവൻ അവളുടെ നാവിനെ തന്റെ പല്ലിനാൽ കടിച്ചെടുത്തിരുന്നു. കണ്ണുകൾ മിഴിഞ്ഞു നോക്കിയവളുടെ കണ്ണിലേക്ക് നോക്കിയവൻ തന്റെ അതിരത്താൽ നാവിനെ വലിച്ചു നുണഞ്ഞു. തൽപരമായി അവളുടെ കണ്ണുകൾ കൂടുതൽ മിഴിഞ്ഞ് ഇടുപ്പൊന്നാകെ ഉയർന്നു. ഇരുകൈയാൽ ബെഡിലേക്കായി അമർത്തി അവൻ അവളുടെ അതിരത്തെ ഒന്നാകെ നുണഞ്ഞുകൊണ്ട് തന്റെ നാവിനാൽ അവളുടെ നാവിനെ ചുഴറ്റി വലിച്ച് നുണഞ്ഞു. ഉയർന്നു വന്ന കുറുകൽ അവളുടെ തൊണ്ടയിലായി അലിഞ്ഞുപോയി. അടുത്ത നിമിഷം അവന്റെ അധരമിടയെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖമാകെ ഇടതടവില്ലാതെ ഒഴുകി നടന്നു. കൊതിയോടെ കവിളിൽ കടിച്ചു നുണഞ്ഞതും അവളുടെ കൈവിരലുകൾ ഹരിയുടെ ഇടുപ്പിലായി അമർന്നു. അവളുടെ സ്പർശനം പോലും അവൻ ഉണർത്താൻ കഴിവുള്ളതായിരുന്നുവെന്ന് അവന്റെ അടുത്ത നീക്കത്തോടെ മനസ്സിലാക്കവേ അവൾ പൊള്ളിപ്പിടഞ്ഞുപോയി. അവളുടെ കഴുത്തിലേക്കായി മുഖം പൂഴ്ത്തി അവിടെ ആ അധരം ചേർത്ത് വെച്ചു. പിടഞ്ഞു നിന്ന ഞരമ്പിലായി കടിച്ചതും പിടഞ്ഞുപോയി. ഹരിയേട്ടാ കുറുകിലോടെ ബെഡിൽ കിടന്ന് പുളഞ്ഞു പൊന്തി. അവളുടെ കുറുകിലിൽ നിയന്ത്രണം നഷ്ടമായവന്റെ കൈവിരലുകൾ ഞൊടിയിടയിൽ അവൾ ധരിച്ചിരുന്ന ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിച്ചെറിഞ്ഞിരുന്നു. അവന് മുന്നിൽ അനാവൃതമായ അവളുടെ പാതി നഗ്നതയിലായി അവന്റെ മിഴികൾ പതിഞ്ഞ തിളക്കം ഇശുവിൽ വിറയൽ സൃഷ്ടിച്ചു. ഹരിയേട്ടാ ശബ്ദം പതിഞ്ഞതെങ്കിലും പതറിപ്പോയിരുന്നു. ഉയർന്നു മിടിക്കുന്ന ഹൃദയ താളത്തിനനുസരിച്ച് അവളുടെ മാറിട ഉയർന്ന് താഴ്ന്നുകൊണ്ടിരുന്നു. പൊടുന്നനെ ഹരി അവയിലേക്കായി മുഖം ചേർത്ത് വെച്ചതും പൊള്ളിയ കണക്ക് അവൾ ബെഡിലായി പിടഞ്ഞുപോയി. മാറിൽ നിന്നും അധരം അവളുടെ കഴുത്തിലൂടെ ഉമിനീർ പടർത്തി ചലിച്ചുകൊണ്ടിരിക്കെ അവന്റെ കൈ മാറിലായി മുറിയ നിമിഷം പിടഞ്ഞു പൊങ്ങിയ ഇശുവിലേക്കായി അവൻ അമർന്നു. പിടിവിട്ട കണക്ക് അവന്റെ അധരം മാറിലൂടെ വയറിലായി എത്തി നിന്നും മറുത്തൊരു ചിന്തകൾക്കിടം നൽകാതെ അവന്റെ അധരം നാഭിച്ചുഴിയിലായി അമർന്നു. മിഴികൾ ഇറുക്കി അടച്ചവളുടെ കൈവിരലുകൾ തലയിണയിലൊരാശ്രയം എന്നോണം പിടിമുറുക്കി. അവന്റെ ചുണ്ടും നാവും അണിവയറിലായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഓരോ സ്പർശനത്തിലും അവൾ അനുനിമിഷം അടിമപ്പെട്ട കണക്ക് പുലമ്പിക്കൊണ്ടിരുന്നു. അടുത്ത നിമിഷം തന്നെ ഹരിയുടെ കൈവിരലുകൾ അവളുടെ ജഗ്ഗിനിലായി പിടിമുറുക്കി. ഹരിയേട്ടാ എന്ന വിളിയോടെ ഇശുവിൽ നിന്ന് ഞെട്ടലോടെ രേങ്ങൾ ഉയർന്നു. ഹരി പിടച്ചിലോടെ മുഖമുയർത്തി നോക്കി. വിയർത്ത് കുതിർന്ന് ചുമന്ന് കിടക്കുന്ന തന്റെ പാതിയെ കാണെ അവന് സ്വയം പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി അവളിൽ നിന്നും പിടഞ്ഞു മാറി. എന്നാൽ അല്പസമയം തന്നെ നോക്കിയെന്നവന്റെ മിഴികളിൽ അലയടിച്ച പ്രണയഭാവം ഇഷുവിന്റെ കവിളിൽ ചുവപ്പ് രാശി വിതറി. തന്നിൽ നിന്നും പിടഞ്ഞു മാറി ബെഡിലായിരുന്നു കിടക്കുന്നവനെ അതേ കിതപ്പോടുകൂടി നോക്കിയെന്നവളുടെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞൊടിയിടയിൽ അവൾ അവന്റെ കൈയിലായി പിടിച്ച് തന്നിലേക്കായി വലിച്ചു ചേർത്തു. അവളുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ അവൻ ചെന്ന് പതിച്ചത് അവളുടെ മാറിലേക്കായി മുഖം ചേർത്തുകൊണ്ടായിരുന്നു.
ഒരുവിധം പിടിവിട്ടുപോയ മനസ്സിനടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവന്റെ നിയന്ത്രണം പാടയില്ലാതാക്കാൻ അവയുടെ മൃദുലതയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ അവളുടെ സമ്മതമില്ലാതെ ഒരിക്കലും അവളിലേക്കായി ചേരില്ലെന്ന ഉറപ്പിൽ പിടിവിട്ടുപോയേക്കാവുന്ന തന്റെ മനസ്സിനെ പിടിച്ചു കെട്ടുന്നതിനായി മിഴികൾ ഇറുക്കിയടച്ച് അവളിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങിയവനെ തിരികെ മാറിലേക്കായി ചേർത്തു പിടിച്ചവൾ പതിഞ്ഞ സ്വരത്തിൽ, ഈ മിഴികളിൽ അലയടിക്കുന്ന പ്രണയഭാവത്തിൽ പൂർണ്ണമായും നനയാൻ ഈ നിമിഷം ഞാൻ ഒരുക്കമാണ് അരിയേട്ടാ. അവളുടെ വാക്കുകൾ കാറ്റുപോലെ അവന്റെ കാതിലായി വന്ന് പതിഞ്ഞതും ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നവൻ അവിശ്വസനീയതയോടെ അവളിലേക്കായി മുഖമുയർത്തി. അവന്റെ പ്രണയഭാവം അലയടിക്കുന്ന നോട്ടത്തിൽ പിടഞ്ഞു പോയവളുടെ കവിളിലായി ചെറുപുഞ്ചിരി വിരിഞ്ഞു. ഷുവർ. മിഴിച്ചിമാൻ പോലും മറന്നവന്റെ ചോദ്യത്തിന് അവന് നെഞ്ചിലായി അവളുടെ അധരം ചേർത്തുകൊണ്ടായിരുന്നു മറുപടി നൽകിയത്. അവളുടെ സമ്മതം മാത്രം മതിയായിരുന്നു അവന് തന്റെ പ്രണയം അവളിലേക്കായി പകർന്നു നൽകാൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.